കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി CPI നേതാവ് എൻ ഭാസുരാങ്ങിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന്. രണ്ടാം പ്രതി ഭാസുരാങ്ങിന്റെ മകൻ അഖിൽജിത്തിന്റെ ജാമ്യാപേക്ഷയിലും കലൂർ PMLA കോടതി ഇന്ന് ഉത്തരവ് പറയും. കരുവന്നൂർ കേസിൽ 2 പേരെ മാപ്പുസാക്ഷികളാക്കുന്നതിലും കോടതി തീരുമാനമെടുക്കും. കേസിലെ രേഖകൾ ആവശ്യപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ച് ഹർജിയിൽ ഇന്നും വാദം തുടരും. കണ്ടല സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡിയുടെ സാങ്കേതിക പിഴവുകൾ ഉയർത്തിയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ. ഭാസുരാങ്ങിന്റെ മകൻ അഖിൽജിത്തിന്റെ മൊഴി രേഖപ്പെടുത്തിയ തീയതിയിലെ വ്യത്യാസങ്ങളായിരുന്നു പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയത്. കേസ് ഡയറിയിൽ നിക്ഷേപങ്ങൾ പെരുപ്പിച്ചു കാണിക്കുന്നുവെന്നാണ് മറ്റൊരു ആരോപണം. 2016 ജൂലൈ 14 മുതൽ 2023 ഓഗസ്റ്റ് 22 വരെയുള്ള ബാങ്ക് ഇടപാടുകളിലെ ആകെത്തുകയാണ് നിക്ഷേപമായി കണക്കാക്കിയത്. എൻ ഭാസുരാങ്ങിന്റെ ആരോഗ്യസ്ഥിതിയും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു. ഹൃദ്രോഗിയായ ഭാസുരാങ്ങിന് ജയിലിൽ വെച്ചും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. എന്നാൽ കൃത്യമായ ആസൂത്രണത്തോടെ നടന്ന തട്ടിപ്പാണെന്നും കൂടുതൽ ഉന്നതർക്കും പങ്കുണ്ടെന്നും രാഷ്ട്രീയ സ്വാധീനമുള്ള പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുതെന്നുമാണ് പ്രോസിക്യൂഷൻ ആവശ്യം. ഇതോടൊപ്പം കരുവന്നൂർ കേസിൽ 33-34 പ്രതികളായ ബാങ്ക് മുൻ സെക്രട്ടറി TR സുനിൽകുമാറിനെയും മുൻ മാനേജർ ബിജു കരീമിനെയും മാപ്പുസാക്ഷികളാക്കാൻ അനുവദിക്കണമെന്ന ഇഡിയുടെ ആവശ്യത്തിലും കലൂർ PMLA കോടതി തീരുമാനമെടുക്കും. സ്വമേധയാ മാപ്പുസാക്ഷികളാകാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി ഇരുവരും സത്യവാങ്മൂലവും നൽകിയിരുന്നു. 2 പേരുടെയും രഹസ്യമൊഴിയും നേരത്തെ മജിസ്ട്രേറ്റ് കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനം, കൊച്ചി.